വയനാടിനെ വിറപ്പിച്ച നരഭോജി കടുവ ഇന്നലെയാണ് കൂട്ടിലായത്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടെയാണ് കൂടുമാറ്റം. ഇന്ന് പുലർച്ചെ തന്നെ വനം വകുപ്പിന്റെ ലോറിയിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് കടുവയെ എത്തിച്ചു. 2 DFOമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒപ്പമുണ്ടായിരുന്നു. പരിചയസമ്പന്നരായ ടീം കൂടുതലുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഒബ്സർവ് ചെയ്താണ് ആനിമലിനെ കിട്ടുന്നത്. പുറവട്ടാനിയിലും ഒരു സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് കൊടുക്കുന്നത്. പുലർച്ചെ മുതൽ പുത്തൂരിൽ പുതിയ കടുവയ്ക്ക് കഴിയാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു സുവോളജിക്കൽ പാർക്കിലെ ഉദ്യോഗസ്ഥർ. ആദ്യം വാഹനത്തിലെ കൂട്ടിൽ നിന്ന് നിരീക്ഷണ കേന്ദ്രത്തിലെ കൂട്ടിലേക്ക് മാറ്റി. മുഖത്ത് ചെറുതല്ലാത്ത പരിക്കുണ്ട്. അതിനുവേണ്ട ചികിത്സയാണ് ആദ്യം നൽകുന്നത്. 13 വയസ്സുള്ള ആൺകടുവയെ പിന്നീട് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. നമ്മൾ പിന്നീട് കടുവയെ സ്ക്വീസ് കേജിലേക്ക് ആക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ അതിൻ്റെ ആരോഗ്യം ഇതനുസരിച്ച് അതിനുള്ള ഫുഡും വാട്ടറും കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രയോറിറ്റി. കടുവയുടെ ചലനങ്ങളെല്ലാം നിരീക്ഷിച്ച് ആവശ്യത്തിന് പരിചരണം നൽകും. ശേഷമാകും മറ്റു നടപടികളിൽ തീരുമാനമെടുക്കുക. കൂട്ടിലാണെങ്കിലും വീര്യം ഒട്ടും കുറവില്ല. വയനാടൻ കാടിന്റെ ശൗര്യം പുത്തൂരിൽ അടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുജീവട്ടമ്മയ്ക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.